മഴനില പൊന്ന്. സംവിധാനം ഗണേഷ് നായർ. മഴ പെയ്തൊഴിഞ്ഞ ഒരു സന്ധ്യ. മാനത്തു ചന്ദ്രനുദിച്ചു. ഭൂമിയിലെ നിലാവെട്ടം പരന്ന് നനഞ്ഞ ഭൂമിയിലെ വെള്ളാരം കല്ലുകളിൽ നിലാവെളിച്ചം പടർന്ന് സ്വർണ്ണ നിറമായി. പത്തര മാറ്റി പൊന്നിന്റെ നിറം. തങ്ങളാണ് സ്വർണം. വെള്ളാരം കല്ലുകൾ കരുതി അഹങ്കരിച്ചു. നേരമേറെ ചെന്ന് നിലാവസ്തമിച്ചപ്പോൾ വെള്ളാരം കല്ലുകളുടെ സ്വർണ്ണ നിറം മാഞ്ഞു. യാഥാർത്ഥ്യത്തിന്റെ കറുപ്പിൽ ഒരു നൈമിഷികതയുടെ ആത്മവിലാപം. അവകാശവാദങ്ങളോ ആത്മപ്രശംസകളോ ഇല്ലാതെ ഞങ്ങൾ സമർപ്പിക്കുന്നു. മേരിയമ്മോ, മേരിയമ്മോ, ഇവിടെ ഇല്ലയോ? അല്ല, ഇതാരാ? ഇതെന്താ ഈ വഴിക്ക് പതിവില്ലാതെ? മുടങ്ങാതെ പള്ളി വരുന്ന മേരിയമ്മയെ കഴിഞ്ഞ 2 ആഴ്ചയെ കാണുന്നില്ല. അച്ഛൻ പറഞ്ഞു വീട്ടിൽ പോകുന്ന വഴി ഇവിടെ കയറി തിരക്കണമെന്ന്. കുർബാന കൊള്ളാൻ വരാതിരിക്കാൻ മാത്രം എന്തു പറ്റി? കൊച്ചമ്മ അറിഞ്ഞില്ലേ? ഞങ്ങളെല്ലാരും വലിയ സന്തോഷത്തിലാ. ജോർജ് കുട്ടി മടങ്ങി വരുന്നെന്ന്. ഒരുപാട് കാലം എവിടെയാണെന്നോ ഉണ്ടെന്നോ ഇല്ലെന്നോ പോലും അറിയാതെ ഞങ്ങളെ വിട്ടുപോയ ജോർജ് മോൻ തിരിച്ചു വരികയല്ലേ. അവന്റെ അടച്ചിട്ട മുറി കഴിഞ്ഞ 15 വർഷമായിട്ട് ആരും തുറന്നിട്ടില്ല. ഞാനത് തുറന്ന് വൃത്തിയാക്കുകയും അവന് വേണ്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. ശോശന്ന കൊച്ചമ്മയും കുര്യച്ചനും ഇപ്പോഴും തിരക്കില്ല. അവർക്ക് എവിടാ സമയം? എന്റെ മനസ്സ് കർത്താവിനറിയാം. കർത്താവ് ഓർക്കും. അത് അച്ഛനറിയില്ലല്ലോ. അതാണ് എന്നെ പറഞ്ഞു വിട്ടത്. അല്ല, നിങ്ങൾ വന്ന കാലത്ത് തന്നെ നിൽക്കാതെ കയറിയിരിക്കും. ഞാൻ ചായ എടുക്കാം. എനിക്കറിയാം, സെലിൻ ഈ വീടിന്റെ പടി ചവിട്ടിയിട്ട് ഇന്നേക്ക് 15 വർഷം കഴിഞ്ഞു. ശോശന കൊച്ചമ്മ ഇവിടെ ഇല്ല. എന്തു പറ്റി സെലിൻ? കാലത്തിന്റെ കൊടും ക്രൂരത എന്നല്ലാതെ എന്തു പറയാൻ? മനസ്സ് നിറയെ സ്നേഹിച്ച എന്റെ ജോർജ് കുട്ടിയുമായി ഒരിക്കലും പിരിയുമെന്ന് ഞാൻ കരുതിയതേ അല്ല. ഞാനും കൂടി തള്ളി പറഞ്ഞപ്പോ മനസ്സിന്റെ നിയന്ത്രണം വിട്ടു എന്റെ ജോർജ് കുട്ടിക്ക്. എനിക്കറിയായിരുന്നു ജീവിത പാന്താവിൽ എന്തെങ്കിലും എന്നെ തേടി എത്തുമെന്ന്. അപ്പന്റെയും ആങ്ങളമാരുടെയും വിവാഹ കച്ചവടത്തിൽ ജീവിതം നഷ്ടപ്പെട്ടത് എനിക്കായിരുന്നു. എനിക്കറിയാം സലീം, ഞാൻ മറന്നു. നിങ്ങൾ വന്ന കാലത്ത് തന്നെ നിൽക്കാതെ ഇരിക്കുന്നേ. ഇവളവനെ ജീവന് തുല്യം സ്നേഹിച്ചു എന്നുള്ളത് നേര് തന്നെയാണ്. എല്ലാവരും അവനെ കുറ്റപ്പെടുത്തിയപ്പോഴും മാറ്റി നിർത്തിയപ്പോഴും അവൻ പതറിയില്ല. ഒടുവിൽ മനസ്സ് കൊടുത്ത് സ്നേഹിച്ച ഇവളും അവനെ തള്ളി പറഞ്ഞപ്പോ എന്റെ നെഞ്ചത്ത് വീട് ഏങ്ങലടിച്ച് ഒരു കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞത് ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുക. ആ കണ്ണീരിന്റെ ചൂട് ഇപ്പോഴും ഉണ്ട്. അന്ന് രാത്രിയില അവൻ ഞങ്ങളെ നാടും എല്ലാവരെയും ഉപേക്ഷിച്ചു പോയത്. ഇനി എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇപ്പൊ ഒന്നും വേണ്ടെന്നേ. അത് പറ്റില്ല, കുടിച്ചിട്ട് പോയാ മതി. ഹലോ, അമ്മച്ചി വരുവോ മോളെ? പിസ എടുത്ത് അവനെ വെച്ച് ചൂടാക്കുമ്പോഴേക്കും അമ്മച്ചി അങ്ങ് എത്തും. ക്ലാര കൊച്ചമ്മ എവിടെ? പോയി മേരിയമ്മ, ഞാനും പോകുന്നു. എന്തിനാ കിടന്ന് തൊള്ള കീറുന്നത്? അമേരിക്കയിൽ എത്തിയിട്ട് വർഷം 10-35 ഇപ്പോഴും നാട്ടിലെ ആ കൂതറ സ്വഭാവം വിട്ടിട്ടില്ല. ആദിവാസികൾ പോകുന്ന പോലെ കിടന്ന് ശോശന്നോ ശോശന്നോ ഒന്നും. ഇവിടെ എത്തി വർഷം ഇത്രയും ആയെന്ന് വെച്ച് നിന്റെ അപ്പച്ചൻ ശവപ്പെട്ടിക്കടക്കാരൻ ഔദച്ചൻ തന്നെയല്ലേ? അതോ ഇനി ഔദ വാഷിന്റെ എന്തെങ്കിലും പേര് മാറ്റിയോ? എന്തിനും ഓരോ ന്യായീകരണങ്ങളുണ്ട്. ഈ നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കും. ആക്കല്ലേ, കളിയാക്കല്ലേ. നിനടത്ത് പള്ളിപ്പറമ്പിൽ കുര്യാക്കോസ്
ഇപ്പോഴത് തന്നെ. സ്വർഗം പൂകിയ മാതൃകുന്നിലച്ഛന്റെ കാരുണ്യം കൊണ്ട് പട്ടിണിയുടെ നടുക്കയത്തിൽ നിന്ന് ഇവിടെ എത്തി ഇത്രയും വലിയ നിലയിലുമെത്തി എന്ന് വെച്ച് അഹങ്കരിക്കരുത്. എടി എടി ഒന്ന് തിരുമിക്കേ. ഓ, ഇതിനൊക്കെ ഞാൻ വേണം. ഇതിന് മാത്രമല്ലടി, മറ്റു ചിലതിനും നീ തന്നെ വേണം. ഇനി ഈ വയസ്സുകാലത്ത് വേറെ ആരാ? എത്രയായാലും ആ തറ സ്വഭാവം വിടരുത്. എന്നാടാ കുര്യാക്കോസേ, എന്നാ പറ്റി? ഞാനും വന്ന് വിളിക്കച്ചോ. കൊള്ളാം. ഓരോ പ്രായത്തിൽ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളുണ്ട്. അത് മറന്നാ ഇങ്ങനെ ഇരിക്കും. അച്ചോ ആക്കല്ലേ. അച്ഛൻ ഇപ്പൊ എവിടെ പോയതാ? ഓ, എവിടെ പോവാൻ, നടക്കാൻ പോയി. ആ, കൊളസ്ട്രോൾ കുറയും. മോനെ കുര്യാക്കോസേ, നീ പോലും പള്ളി വന്നിട്ട് എത്ര കാലമായിടാ. പിന്നെ എനിക്ക് എന്തിനാടാ പണി? ഭക്ഷണം, വിശ്രമം. നാട്ടിലായിരുന്നെങ്കിൽ ആരുടെയെങ്കിലും കുമ്പസാരം കേട്ടെങ്കിലും സമയം കളയായിരുന്നു. ഇവിടെ ആർക്കും കുർബാനയില്ല, കുമ്പസാരവും ഇല്ല. പള്ളിയും വേണ്ട, പട്ടക്കാരനെയും വേണ്ട. ചർച്ച ഏതെങ്കിലും ഹോട്ടലുകാരനോ ടൂറിസ്റ്റ് റിസോർട്ടുകാരനോ വാടകയ്ക്ക് കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുക. എന്നാലെങ്കിലും നിന്നെ പോലുള്ളവർ അതിലെ ഒന്ന് വരുമല്ലോ. ആട്ടെ, നിന്റെ കുട്ടി എത്തിയോ? ഏത് കുട്ടി? അച്ചോ, ജോണിക്കുട്ടിയും ഡാനിക്കുട്ടിയും വളർന്നില്ലേ? പിന്നെ ഇനി കുട്ടികളൊന്നും വേണ്ട എന്നാ ഇവള് പറയുന്നത്. എന്നെ കൊണ്ടൊന്നും പറയിക്കരുതേ. അല്ലടാ, നിന്റെ മൂത്ത മകൻ ജോർജ് കുട്ടി. ഇല്ല, ഈ ആഴ്ച എത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്. എത്ര വർഷമായി ഞാൻ എന്റെ മോനെ ഒന്ന് കണ്ടിട്ട്. നൊന്തുപെറ്റ വയറിന്റെ നൊമ്പരം മക്കൾക്കറിയില്ലല്ലോ. എന്താണെങ്കിലും ഒടുവിലവൻ തിരിച്ചെത്തുകയല്ലേ. ആട്ടിൻ പറ്റത്തിൽ നിന്നും ഒരു കുഞ്ഞാട് വഴിതെറ്റിപ്പോയാൽ അതിനെ തേടിയാണ് ഒരു നല്ല ഇടയിൽ അലയേണ്ടത്. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. ഞാൻ അവനെ ഉപേക്ഷിച്ചു. എന്റെ സ്വാർത്ഥത. പശ്ചാത്താപമാണ് മകനെ ഏറ്റവും വലിയ പ്രായച്ചിത്തം. ഇവിടെ വന്നുപെട്ട കാലം പിടിച്ചു നിൽക്കാൻ പാടുപെടുന്നതിനിടയിൽ അവന്റെ ഇളയത്തുകളെ പഠിപ്പിച്ചതുപോലൊന്നും അവനെ പഠിപ്പിക്കാനായില്ല. അതായിരിക്കണം അവന്റെ മനസ്സിനെ വഴിതെറ്റിച്ചത്. കാറ്റത്തെ അപ്പുപ്പന്താടി പോലെ അവന്റെ മനസ്സ് പറക്കുന്നത് ഞങ്ങൾക്ക് കാണാനായില്ല. എന്തിന്? അവന് മനസ്സ് നിറയെ സ്നേഹം കൊടുക്കാൻ പോലും. അതിനതിന് അവൻ ഞങ്ങളിൽ നിന്നും അകന്നു. ഒടുവിൽ അവനെ കൊണ്ട് ചെന്നെത്തിച്ചതോ മിലിറ്ററി സർവീസിൽ. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് ആപത്തൊന്നും കൂടാതെ അവൻ തിരിച്ചെത്തുകയല്ലേ. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രാർത്ഥന യുദ്ധമുഖങ്ങളിൽ വെടിയുണ്ടകളുടെയും ഷെല്ലുകളുടെയും കബന്ധങ്ങളുടെ ഇടയിൽ ഇറാഖിൽ സേവനമനുഷ്ഠിച്ച് വീരസേവ മെഡലും വാങ്ങി അവൻ തിരിച്ചു വരുന്നത്. ഇനി എനിക്ക് മരിച്ചാലും സങ്കടമില്ല ഫാദർ. ഇത്ര നാളും അവന് നൽകാൻ കഴിയാത്ത സ്നേഹം മുഴുവനും ഇനി അവന് നൽകണം. ഇനി അങ്ങനെ ഒരു കടമയേ ബാക്കിയുള്ളൂ. ഹാ, പറഞ്ഞു നിന്ന് അച്ഛന്റെ കാര്യം വിട്ടുപോയി. മേരിയമ്മോ, 2 ജ്യൂസ്, 1 ഗ്രേപ്സും 1 പാവയ്ക്കായും. ആർക്കാ ശോഷന്റെ പാവയ്ക്ക ജ്യൂസ്? ഇങ്ങേർക്ക് തന്നെ. ഡയബറ്റീസിന്റെ അണുക്കൾ കൊണ്ടാ ദൈവം ഈ ശരീരം മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. വല്ലപ്പോഴും എങ്കിലും ഈ പാവയ്ക്ക ജ്യൂസ് ഒന്ന് ഒഴിവാക്കണം മാഡം. ശോഷന്നയുടെ സ്നേഹത്തിന്റെ മധുരം മതിയടോ കുര്യാക്കോസേ. സാറിന് മധുരം കഴിച്ചൂടാ, ഷുഗർ, കൊഴുപ്പും ഉപ്പും കഴിച്ചൂടാ, കൊളസ്ട്രോൾ, എരിവും കഴിച്ചൂടാ, അൾസർ. സാറിന്റെ വിധി വല്ലാത്തൊരു വിധി തന്നെയാണേ. മേരിയമ്മോ, യു ഡോണ്ട് ബോദർ. ചെറുപ്പത്തിൽ കിട്ടുന്നതെല്ലാം വാരി വലിച്ച് തിന്നപ്പോഴേ ഓർക്കണമായിരുന്നു. നെഞ്ചിൽ കുത്തുന്ന വർത്താനം പറയട്ടു ശോശന. ഓർമ്മ ഉറയ്ക്കുന്നതിന് മുമ്പ് അമ്മച്ചിയുടെ അമ്മിഞ്ഞപ്പാൽ കുടിച്ചിട്ടുണ്ടാവും. വിശക്കുന്നെന്ന് പറയാൻ പ്രായം ഉദിച്ചതിന് ശേഷം ഒന്നും കഴിക്കാനില്ലായിരുന്നു. 8 മക്കളെ പോറ്റാനും മാത്രം വരുമാനം ശവക്കുഴി വെട്ടുകാരനായ അപ്പച്ചനില്ലായിരുന്നു. എന്നും പട്ടിണി. പച്ചവെള്ളം കുടിച്ചു കിടന്നുറങ്ങുന്ന രാത്രികളിൽ മാനത്തെ മാലകമാരെ നോക്കി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരിക്കലെങ്കിലും വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ ഒക്കണേ. യൗവനമെത്തിയപ്പോൾ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടപ്പിറപ്പുകളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അതിനായി മുണ്ട് വലിഞ്ഞു മുറുക്കി ഉടുത്ത് അധ്വാനിച്ചു. അന്നും പട്ടിണി. എല്ലാ ആഹാരങ്ങളോടും കൊതിയായിരുന്നു. പക്ഷെ എല്ലാം അടക്കി. എന്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ശ്രമിച്ചാൽ കൂടപ്പിറപ്പുകൾക്കുള്ള പങ്ക് കുറയുമല്ലോ എന്ന് ഞാൻ ഭയന്നു. ഇന്നിപ്പോൾ എല്ലാ സുഖഭോഗങ്ങളുമുണ്ട്. രോഗങ്ങൾ കാരണം ഒന്നും അനുഭവിക്കാൻ യോഗമില്ല. കർത്താവിന്റെ നിയോഗം. ഇനി എത്ര നാൾ? അതിനു മുമ്പ് എന്റെ ജോർജ് കുട്ടി ഒന്ന് കണ്ടിട്ട് കണ്ണടച്ചാൽ മതിയായിരുന്നു.
നിന്നോടാരിത് പറഞ്ഞു? മമ്മി, സത്യം തന്നെയാണോ? അവരെന്തിന് കള്ളം പറയണം? എന്നോടാരും ഒന്നും പറഞ്ഞില്ലല്ലോ. സണ്ണിച്ചനോട് പറയണമെന്ന് തോന്നിക്കാണില്ല. വേണ്ട, തോന്നിപ്പിക്കാൻ ഞാൻ. എന്തുണ്ടായാലും എന്റെ അനുവാദമില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. ഇച്ചായൻ എന്തിനാ പെട്ടെന്ന് വിളിച്ചു വരുത്തിയത്? പപ്പയ്ക്കോ മമ്മിക്കോ എന്തെങ്കിലും? പപ്പയ്ക്കും മമ്മിക്കും അല്ല, നമുക്കാണ് സംഭവിക്കാൻ പോകുന്നത്. സണ്ണിച്ചാൻ ഇതെന്തൊക്കെയാ പറയുന്നത്? സണ്ണിച്ചൻ പറയുന്നത് കാര്യം തന്നെയാ. എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയേ. ജോജിച്ചായൻ വരുന്നെന്ന്. സത്യമാണോ പറയുന്നത്? അതെ. അയാൾക്ക് ഇവിടെ എന്താ കാര്യം? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. ആൽപ്സിന്റെ മുകളിൽ കയറി നിന്ന് എല്ലാവർക്കും ചോദിക്കാം, പക്ഷേ നദിയിലെ വെള്ളം ഒഴുകിപ്പോയില്ല. നമ്മൾ രണ്ടുപേരെക്കാളും മുമ്പേ മമ്മിയുടെ വയറ്റിൽ പറഞ്ഞത് ജോജിച്ചായന എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയാൾ പോയിട്ട് എത്ര വർഷമായി? ഒരു ഫോൺ കോൾ പോലും. ഇപ്പോഴെന്താണ് പപ്പയോടും മമ്മയുടെ ഇത്ര സ്നേഹം? മുഖം പോലും പപ്പയും മമ്മയും മറന്നു കാണും. ഈ ജോയിച്ചായൻ തന്നെയാ വരുന്നതെന്ന് എന്താ ഉറപ്പ്? ഏതെങ്കിലും ആൾമാറാട്ടക്കാരനായിക്കൂടെ? ജോജി എന്ന സ്വപ്നത്തെ പപ്പയും മമ്മിയും സ്വീകരിക്കും, നമ്മേക്കാൾ കൂടുതൽ സ്നേഹിക്കും. കാരണം നേരിൽ കണ്ടിട്ടില്ലാത്ത ദൈവത്തെയും വായുവിനെയുമാണ് ഏത് മനുഷ്യനും കൂടുതൽ സ്നേഹിക്കുന്നത്. നല്ല പ്രായത്തിൽ മുഴുവൻ എവിടെയോ സൂചിച്ചു നടന്നു. എന്നിട്ടിപ്പോ റിട്ടയർമെന്റ് ആയപ്പോ പപ്പയോ മമ്മിയോ പോലും അറിയാതെ പെണ്ണ് കെട്ടിട്ടുണ്ടാവും. ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ കൂടുകൂട്ടാൻ ഒരു സ്ഥലം വേണ്ടേ? അതിനായിരിക്കും വരവ്. ആ പരിപ്പ് ഇവിടെ വേവില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോ. ഞാനും അതിന് സമ്മതിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇവരിങ്ങനെ വീരസ്യവും പറഞ്ഞുകൊണ്ടിരിക്കും. പപ്പയും മമ്മയും ഉണ്ടാക്കിയ സ്വത്തെല്ലാം അയാള് കൊണ്ടുപോകും. നടക്കില്ല. ബന്ധങ്ങൾ ബന്ധനങ്ങളാകും മുമ്പ് ബലി കഴിക്കാൻ സണ്ണിക്കൊരു മടിയുമില്ല. അത് പപ്പയായാലും മമ്മിയായാലും സഹോദരനായാലും. ജന്മബീജം കൊണ്ടേയും പൊക്കിൾ കുടിയുടെയും ഒക്കെ ബന്ധം 19-ാം നൂറ്റാണ്ടിൽ. ഇന്ന് പണമാണ് പ്രമാണം. അതിനു മുന്നിൽ ബന്ധങ്ങൾക്ക് സോപ്പ് കുള്ളൊരു ആയുസ് പോലുമില്ല. മുന്നിലെ ആഹാരങ്ങൾ കൈയിട്ടാൽ ഏത് നായും കയ്യിൽ കഴിക്കും. ആഹാരം കൊടുക്കുന്ന യജമാനന്റെ കൈയാണെങ്കിൽ പോലും പപ്പയ്ക്കും അമ്മയ്ക്കും പറഞ്ഞു കൊടുത്തേക്ക്. ഗുഡ് ഈവനിങ്. ഈവനിങ്. എന്തോ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എന്താ ഡോക്ടറാണോ? അല്ല കുട്ടി, ആരുടെ കുട്ടി? സത്യം പറയാമല്ലോ, ഇതുവരെ എനിക്കും അത് അറിയില്ല. ഞാനും അത് തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ എന്താ ഈ പറയുന്നത്? സണ്ണിച്ചന് മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ പിതാവ് ആരാണെന്ന് തേടിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതെ, ഓർമ്മ വെച്ചപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിലാണ്. ആദ്യം പലരുടെയും മുന്നിൽ കൈനീട്ടി ജീവിച്ചു. കുട്ടിയല്ലേ, പലരും മറിഞ്ഞ് സഹായിച്ചു. അങ്ങനെ ഞാൻ വെറും കുട്ടിയായി. പിന്നെ വഴിയരികിൽ കാണുന്ന കൊപ്പിയും പാട്ടയും കുണ്ടാമണ്ടികളും ഒക്കെ പെറുക്കി വിറ്റ് ജീവിച്ചു. അക്കാലത്താണ് ഇവിടുന്നൊരു മദാമ കേരളം കാണാനെത്തിയത്. എന്നോടവർക്ക് സഹതാപം തോന്നി. അവരിങ്ങോട്ട് തിരിച്ചു പോന്നു കഴിഞ്ഞു. അവരെനിക്ക് ഓരോ മാസവും പണം അയച്ചു തന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ ഒരു പുതുപ്പണക്കാരനായി. അതുവരെ കുണ്ടാമണ്ടി കുട്ടി എന്നെ വിളിച്ചുകൊണ്ടിരുന്നവരുടെ മുന്നിൽ ഞാൻ കുട്ടിച്ചനായി. അന്നാ ഞാൻ പണത്തിന്റെ വിലയറിഞ്ഞത്. പണമുണ്ടായ കുട്ടി അങ്ങനെ കുട്ടിച്ച മുതലാളിയായി. പണമുണ്ടെങ്കിൽ ഏത് കുട്ടിയും കുട്ടിച്ചനായിരുന്നു. പിന്നെങ്ങനെ ഈ കുട്ടിച്ച മുതലാളി ഇവിടെ എത്തിയത്? മദാമയാണ് എന്നെ ഇങ്ങോട്ട് വരുത്തിയത്. അവർക്ക് ക്യാൻസർ ആയിരുന്നു. അവരെ ശുശ്രൂഷിക്കാനായിരുന്നു എന്നെ ഇങ്ങോട്ട് വരുത്തിയത്. മനസ്സ് നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ സ്വർഗവും നരകവും കാണുന്നത്. എന്റെ മനസ്സ് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ കണ്ടത് സ്വർഗമായിരുന്നു. ഞാൻ ശുശ്രൂഷിക്കുമെന്ന് കരുതിയ മദാമയ്ക്ക് തെറ്റി. എനിക്ക് വലുത് പണമായിരുന്നു. അവര് മരിച്ചതുപോലും ഞാൻ അറിഞ്ഞത് 4 ദിവസം കഴിഞ്ഞാണ്. വെറുതെ അല്ല മലയാളികളെ നന്ദി കെട്ടതിനെന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്നത്. നേരാ, ലോകത്തെവിടെയായാലും ചില പ്രവാസികളെല്ലാം അങ്ങനെയാണ്. ഒന്ന് വഴിമറക്കുന്ന മലയാളിയെ ചന്ദ്രനിൽ പോയാൽ അവിടെയും ചായക്കച്ചവടം നടത്തുന്നത് കാണാൻ കുഞ്ഞേ. ആട്ടെ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒന്നാമത് സ്വസ്ഥതയില്ല, അതിന്റെ ഇടയില നിങ്ങളുടെ ചന്ദ്രനിലെ ചായക്കച്ചവടം. ചായക്കച്ചവടം അത്ര കുഞ്ഞു പണിയല്ല മോളെ. അങ്ങനെയാ മോഡിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. വെറുതെ സമയം കളയാതെ വന്ന കാര്യം പറയണം മിസ്റ്റർ. ഞാൻ കുര്യാക്കോസിനെ കാണാൻ വന്നതാ. എന്താ കാര്യം? കേട്ടിട്ടുണ്ടോ? കുട്ടിച്ചൻ ഗാർഡൻസ് ഇവിടുത്തെ ഫേമസ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പാ. ഒരു വീട് നോക്കുന്നുണ്ട് എന്ന് മിസ്റ്റർ കുര്യാക്കോസ് പറഞ്ഞിരുന്നു. അമേരിക്കൻ മലയാളികൾക്ക് മാത്രമായി ഒരു കോംപ്ലക്സ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. സാധാരണ മക്കൾക്ക് വേണ്ടാത്ത അപ്പനും അമ്മയുമാണ് എന്റെ ക്ലയൻസിൽ കൂടുതൽ. ഞാൻ എത്ര വീട് ഇതുപോലെ വിറ്റിരിക്കുന്നു.
വളരെ ചെലവ് കുറവും മെച്ചപ്പെട്ട സൗകര്യവും. അതാണ് കുട്ടിച്ചൻ ഗാർഡൻസ്. വീടോ? ആർക്ക്? മിസ്റ്റർ കുര്യാക്കോസിന്റെ മൂത്ത മകൻ മിലിറ്ററിയിലാണ്. ആ, അയാൾ റിട്ടയർ ചെയ്തു വരുന്നത്രേ. അയാൾക്ക് വേണ്ടിയാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയോ? ഇപ്പോഴേ ബുക്ക് ചെയ്തു. പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഗുണം മെച്ചം, വിലയോ തുച്ഛം. കുട്ടിച്ചന്റെ പ്രൈസ് ഗ്യാരണ്ടി വളരെ പ്രശസ്തമാണ്. എഴുന്നേൽക്കണോ? എഴുന്നേൽക്കാൻ. മേലാൽ ഇക്കാര്യം പറഞ്ഞ് ഇവിടേക്ക് വന്നേക്കരുത്. ഗെറ്റ് ഔട്ട്. ഐ സേ യു ഗെറ്റ് ഔട്ട്. ഇതെന്ത് പാടപ്പ! എന്നെ പോലുള്ള പാവം പണക്കാർ ഒരു വീട് വിൽക്കാൻ പോലും ഇവനൊന്നും സമ്മതിക്കില്ല. സാരമില്ല, കുര്യാക്കോസ് ഉള്ളപ്പോൾ വന്നോളാം. ഇപ്പോ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായില്ലേ? ഇപ്പോ വീട്, നാളെ പപ്പയുടെയും മമ്മിയുടെയും സ്വത്ത് മുഴുവനും. ദേശാടന കിളിയെ പോലെ മാണിക്യക്കല്ലിൽ കൊത്തിക്കൊണ്ടു പോകാൻ വരുന്ന കഴുകനാണ് അയാൾ. വിദേശ രാജ്യങ്ങളിലെ ശത്രുക്കളെ മാത്രമേ അയാൾ കണ്ടിട്ടുള്ളൂ. സ്വന്തം കുടുംബത്തിലെ ശത്രുവിനെ അയാൾ കണ്ടിട്ടില്ല. പരസ്പരം കീഴടക്കാൻ ശ്രമിക്കുന്ന കിങ് കോബ്രയേക്കാൾ വിഷമുള്ളതായിരിക്കും ആ ശത്രുവിന്. രണ്ടുപേരും കൂടി എവിടെ പോയി? ഹില്ലരിയുടെ ഇലക്ഷൻ പ്രചരണത്തിന് പോയതായിരിക്കും. എന്താ മക്കൾ? രണ്ടുപേരും കൂടി എവിടെ പോയി? ഹില്ലരിയുടെ ഇലക്ഷൻ പ്രചരണത്തിന് പോയതായിരിക്കും. എന്താ മക്കളെ, നിങ്ങൾക്ക് എന്തോ ഇഷ്ടപ്പെടായിക പോലെ? ഞങ്ങൾക്ക് ചില ഇഷ്ടപ്പെടായികളൊക്കെ ഉണ്ട്. എന്താ മോനെ, എന്താ കാര്യം? ഞങ്ങൾ അറിയാതെ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു? നിങ്ങൾ അറിയാതെ ഇവിടെ എന്ത് സംഭവിക്കാനാ മക്കളെ? ഏതോ പുതിയ അതിഥികൾ ഇങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ടെന്ന് കേട്ടു. അതിഥികളോ? ശോശനെ ജോർജ് കുട്ടി വരുന്നതായിരിക്കും ഇവർ ഉദ്ദേശിച്ചത്. അത് തന്നെ. ജോർജ് കുട്ടി അതിഥിയല്ലല്ലോ, നിങ്ങളുടെ കൂടെ പിറന്നല്ലേ. അവൻ എത്തുന്ന കാര്യം ഇന്നാ കൺഫേം ആയത്. നാളെ വരുന്ന കാര്യം ഇന്നത്തെ മെയിലിൽ അവൻ അറിയിച്ചത്. അവൻ വരുന്ന കാര്യം നിങ്ങളെ അറിയിച്ചിട്ട് ഒടുക്കം അവൻ വരാതിരുന്ന നിങ്ങൾക്ക് നിരാശയാകില്ലേ എന്ന് വിചാരിച്ചാ പറയാതിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂടപ്പിറപ്പിനെ അറിയില്ല. ചെറുപ്പത്തിൽ എന്തോ കണ്ടിട്ടുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ ഇങ്ങനൊരു കൂടപ്പിറപ്പിനെ ഇനി ഞങ്ങൾക്ക് വേണ്ടതാണ്. മക്കളെ, പറന്നകന്നു പോയ മകൻ തിരിച്ചു വരുമ്പോ ഒരു കൂടുകൂട്ടി വാഴാൻ വേണ്ടി വില്ല വാങ്ങാനുള്ള ഓട്ടത്തിലല്ലേ? മക്കളെ, ഞങ്ങൾ അവന് ഒന്നും നൽകിയിട്ടില്ല. സ്നേഹം പോലും. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിൽ ഒരു പങ്ക് അവനും അവകാശപ്പെട്ടതല്ലേ. അത് വേണ്ട. എന്താ മക്കളെ ഈ പറയുന്നത്? നിങ്ങളെ പോലെ തന്നെ ഞാൻ നൊന്തു പറ്റതല്ലേ അവനെയും? ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് പറയാ, നിങ്ങൾക്കുള്ള സ്വത്തുക്കൾ മുഴുവൻ ഞങ്ങൾക്ക് ഇരുവർക്കും മാത്രം അവകാശപ്പെട്ടതാണ്. അത് ഞങ്ങൾക്ക് കൂടി തോന്നണ്ടേ? തോന്നണം, തോന്നിയിരിക്കണം. ഇല്ലെങ്കിൽ രക്തത്തിന്റെയും പൊക്കിൾ കൊടിയുടെയും ഒക്കെ ബന്ധം ഞങ്ങൾ അങ്ങ് മുറിച്ചു മാറ്റും. പറഞ്ഞത് മനസ്സിലായില്ലേ? അവൻ വരുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള സമ്പാദ്യങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് ഇരുവർക്കും എഴുത്തന്നില്ലെങ്കിൽ ഒരു മില്ലി സയനൈഡിന്റെ സ്വാദ് പോലും തിരിച്ചറിയും മുമ്പ് രണ്ടുപേരും കൂടി ഒരു പെട്ടിയിലൊതുങ്ങും. നിങ്ങളുടെ മക്കൾ പതിരുകളല്ല, പറഞ്ഞത് പാഴ്വാക്കുകളല്ല. ഓർമ്മിച്ചു മക്കളെ, ആരായത്? എന്തായി കാണിക്കുന്നേ? ചോദിക്കാൻ പറയാനൊന്നും വേണ്ടി. പോണം പോണം, പുറത്തു പോണം. മിസ്റ്റർ കുര്യാക്കോസ് ഇല്ലേ? ആ ഉണ്ട്. എന്ത് വേണം? വിളിക്കണം. നിങ്ങളാരാ? ഞാൻ ലോനപ്പൻ, മല്ലപ്പള്ളി ലോനപ്പൻ. മിസ്റ്റർ കുര്യാക്കോസിനോട് പറഞ്ഞാൽ മതി. സാർ, സാർ, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. എന്തിനാ മേരിയമ്മയുടെ കെട്ടിയോ കിടന്ന് കാറുന്നത്? ആര്? ലോനപ്പനോ? ശോശന്ന, ഇത് ലോനപ്പൻ, നാട്ടിൽ മുല്ലപ്പള്ളിയിലാ വീട്. ആ, നിങ്ങൾ പരിചയക്കാരാണ്. ഞാൻ വിചാരിച്ച പട്ടിയുടെ ട്രെയിലറാണെന്ന്. ആ, എന്നാ പിന്നെ ആട്ടെ. ഓഹോ, നാട്ടിൽ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു. കോൺസ്റ്റബിളോ? എന്നിട്ടെന്താ ഇങ്ങനെ? അതൊരു കഥയാപ്പിക്കണം. എനിക്ക് ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടിയത് എവിടെ ആയിരുന്നെന്ന് അറിയാമോ? ഊഞ്ഞാറ്. നിനക്കറിയില്ലേ, അത് ക്രിമിനൽസിന്റെ കേന്ദ്രമാണ്. അത് നമ്മുടെ PC ജോർജ് ആശാന്റെ സ്വന്തം സ്ഥലം. ജോയിൻ ചെയ്തതിന്റെ രണ്ടാമത്തെ ദിവസം പട്ടാപ്പകൽ നടുറോഡിൽ വെച്ച് ഒരുത്തൻ ഒരു പെണ്ണിന്റെ കയ്യിൽ കയറി പിടിച്ചു. അതും എന്റെ മുന്നിൽ വെച്ച്. എന്നിട്ട് യേശുക്രിസ്തുവിനെ മാമോദിസ മുക്കിയത് യോഹന്നാനാണെന്ന് എനിക്കറിയാം. പക്ഷേ യോഹന്നാനെ മാമോദിസ മുക്കിയത് ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ അവനെ പിടിച്ച് 4 ചാമ്പും കൊടുത്ത് ലോകപ്പിലാക്കി. അത് MLA യുടെ PA യുടെ മോനായിരുന്നു. എന്നിട്ട് എന്നിട്ട് എന്താവാൻ?
പിറ്റേന്ന് തന്നെ എനിക്ക് ട്രാൻസ്ഫർ ഡോഗ് സ്ക്വാഡിലേക്ക്. പിന്നെ 30 വർഷം അവിടെയായിരുന്നു. അത്രയും കാലം കൊണ്ട് ഞാൻ പട്ടിപ്പരുവമായി. എന്നാലും ഒരു സന്തോഷമുണ്ട് കേട്ടോ. റാങ്കിൽ പട്ടി എന്നേക്കാൾ മുകളിലായിരുന്നെങ്കിലും പട്ടിയുടെ മുന്നിൽ സല്യൂട്ട് അടിക്കേണ്ടി വന്നിട്ടില്ല. മാത്രവുമല്ല, പട്ടിയുടെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോയി വിടാനും പട്ടിയുടെ വീട്ടിലേക്ക് പച്ചക്കറിയും മീനും ഒന്നും വാങ്ങാൻ പോകേണ്ടി വന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഇവിടെ എത്തി? ഒറ്റ മോളായിരുന്നു. അവൾക്ക് ഇവിടെ ജോലിയായപ്പോ ഞാനും മഞ്ഞമ്മയും ഇങ്ങ് പോന്നു. അപ്പൊ കുര്യച്ച, ഞാൻ വന്നത് മൂവാറ്റുപുഴക്കാരൻ ആൻഡ്രൂസില്ലേ, അയാള് തിരിച്ച് നാട്ടിലേക്ക് പോവുക. അയാളുടെ വീട് വിൽക്കാനിട്ടിരിക്കുക. ജോർജ് കുട്ടി ഇന്നോ നാളെ ഇങ്ങ് വരും. അവന്റെ ഇഷ്ടം കൂടി നോക്കിയിട്ടാവാം. എങ്കിൽ അങ്ങനെ ആകട്ടെ, ഞാൻ അടുത്ത ദിവസം വരാം. ഞാനൊന്ന് കിടക്കണ്ടേ ശോശന? നീ എന്തിന് ഇവിടെ വന്നു? ഒന്ന് കാണാൻ. ആരെ കാണാൻ? ജോജി ഇന്ന് വരുമെന്നറിഞ്ഞു. ജോജിയെ ഒന്ന് കാണാൻ, അതിനു വേണ്ടി മാത്രമാ വന്നത്. അതിന് നിനക്കെന്താ യോഗ്യത? വേണ്ട, നീ അവനെ കാണണ്ട. വേണ്ട സർ, നമുക്ക് തിരിച്ചു പോകാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. ജോജിയെ കണ്ടിട്ടേ ഞാൻ വരും. നീ ഒറ്റ ഒരുത്തി കാരണം എന്റെ മോൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയത്. അതെ, ഞാൻ കാരണം പോയത്. പക്ഷെ നിങ്ങൾ അവന് സ്നേഹം കൊടുത്തിട്ടുണ്ടെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയൂ? ഉള്ളു നിറയെ നിന്നെ സ്നേഹിച്ച് അവനെ വഞ്ചിച്ചതും പോരാ, വീണ്ടും ന്യായീകരണങ്ങൾ വിളമ്പുന്നു. പണം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിനിടയിൽ ജോജിയെ സ്നേഹിക്കാൻ നിങ്ങൾ മറന്നുപോയിരുന്നു. അതവനെ ഒരു തെമ്മാടിയാക്കി. ആ തെമ്മാടിയെ സ്നേഹിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള വെമ്പലിനിടയിൽ അവനെ സ്നേഹിക്കാൻ ഞാനും കുര്യച്ചനും മറന്നുപോയിരുന്നു. ഒടുവിൽ നീയും. ശരിയാ, നിങ്ങളും ഞാനും, ഈ സമൂഹം മുഴുവനും ജോജിയുടെ മുന്നിൽ സ്വാർത്ഥരായി. തൊഴിലില്ലാത്ത ഒരുവനെ വിവാഹം കഴിച്ചാൽ എങ്ങനെ ജീവിക്കുമെന്ന വീട്ടുകാരുടെ ചോദ്യത്തിന് മുമ്പിൽ ഞാനും പതറിപ്പോയി. അവനെ ഞാൻ വഞ്ചിച്ചു. ഇന്നത് ഓർക്കുമ്പോ ഇനി ഒന്നും ഓർത്തിട്ട് കാര്യമില്ല മോളെ. ജോജിയെ മറക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഇത്രയും വർഷം ശ്രമിച്ചിട്ടും അതിന് കഴിയുന്നില്ല. അതുകൊണ്ട് ജോജി ഇനിയും അവന്റെ ജീവിതത്തിലേക്ക് വിളിച്ചാൽ ഞാനത് 2 കൈയിൽ നീട്ടി സ്വീകരിക്കും. മോളെ, ശരിയാണ് സെലിൻ പറഞ്ഞത്. മനസ്സ് നീറി ഒരു യുഗം മുഴുവൻ ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ സന്തോഷത്തോടെ ഒരു നിമിഷം ജീവിക്കുന്നത്? സെലിൻ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർക്കിരുവർക്കും അതാണ് സന്തോഷമെങ്കിൽ ഞാനൊരിക്കലും ഒരു വിലങ്ങുതടിയാകില്ല. എല്ലാം ഞാൻ നിന്റെ തീരുമാനത്തിന് വിടുന്നു. നിന്റെ തീരുമാനത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് ജോയിയെ ഫേസ് ചെയ്യാൻ വയ്യ. മോളെ, ഞാൻ പോകുന്നു. ഈ അപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്കുണ്ടാകും. മാഡം, ഒരു മിലിറ്ററി ഓഫീസർ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയേ. കുര്യച്ചാ, ദേ നമ്മുടെ മോൻ വന്നു. വാ, ഇങ്ങ് വാ. സണ്ണി, ഡാനി, ജോർജ് കുട്ടി വന്നു. കുര്യച്ചാ, നമ്മുടെ മോനെത്തി. നമ്മുടെ മോനെത്തിയെന്ന്. അവിടെ നിൽക്ക്. ഇങ്ങോട്ടാരും വരികയും വേണ്ട, ഇവിടെ ആരെയും കാണുകയും വേണ്ട. പപ്പ, മമ്മി. എന്റെ പൊന്നു മോനെ, എത്ര വർഷമായി മമ്മി നിന്നെ ഒന്ന് കണ്ടിട്ട്. സണ്ണി, നീ അങ്ങ് തടിച്ചു പോയല്ലോടാ. ഡാനി, നീ എന്താടാ മാറി നിൽക്കുന്നേ? കുടുംബത്തിന് ചീത്തപ്പൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു സ്നേഹം കാണിച്ചുകൊണ്ട്. ഇവിടെ ആരും ക്ഷണിച്ചില്ല. ഇപ്പോഴത്തെ ഈ സ്നേഹത്തിന്റെ കാര്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. സ്വത്തിനായി വന്നതാണെങ്കിൽ അത് നടപ്പില്ല. മക്കളെ, എന്തായി പറയുന്നത്? ദൈവദോഷം പറയരുത്. കർത്താവ് ക്ഷമിക്കില്ല. ഇങ്ങനെ കണ്ണീ ചോരയില്ലാതെ സംസാരിക്കരുത്. അവർ പറയട്ടെ മമ്മി. സെലിൻ, നീയും ഉണ്ടോ ഇവിടെ? നിന്നെ ഒന്ന് കാണാൻ വേണ്ടി. പപ്പയും മമ്മിയും വിട്ടുപോയിട്ട് ഒരു തവണ പോലും ഒന്ന് കോണ്ടാക്ട് ചെയ്തില്ലല്ലോ മോനെ. വാശിയായിരുന്നു പപ്പ. ഞാനൊരു മുടിയനായ പുത്രനായിരുന്നല്ലോ.
എന്നെങ്കിലും ഒരു നല്ല നിലയിൽ എത്തിയിട്ടേ നിങ്ങളെ കാണാൻ വരുന്നുള്ളൂ എന്നുള്ള വാശി. ഒത്തിരി കഷ്ടപ്പെട്ടു, എന്നാലും ഇന്നൊരു നിലയിലെത്തി. എന്നാലും ഇത്രയും നാളും ജീവിതത്തിന്റെ തീച്ചുളയിൽ ഞാനും വലയുകയായിരുന്നു. ഞാൻ അനുഭവിച്ചു തീർത്ത ജീവിതം ഒരു വലിയ പാഠമാണ് സെലിൻ. ഗ്രനേഡുകളുടെയും വെടിയുണ്ടകളുടെയും നടുവിൽ ശരീരമാകെ മുറിവേറ്റ് മരണത്തെ മുന്നിൽ കണ്ട എനിക്ക് കർത്താവ് നൽകിയ 2ാം ജന്മമാണിത്. അതിനിടയിൽ ഞാൻ മനുഷ്യന്റെ സ്നേഹത്തിന്റെ വില അറിഞ്ഞു. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും സ്നേഹത്തിന് ഒരേ സ്വാദാണ്. അത് തിരിച്ചറിഞ്ഞപ്പോൾ വരണമെന്ന് തോന്നി. ജീവിതം തന്ന അപ്പച്ചനെയും അമ്മച്ചനെയും ഒന്ന് കാണുമെന്ന് തോന്നി. സന്തോഷമായി മോനെ, ഇതുവരെ നിനക്ക് കിട്ടിയിട്ടില്ലാത്ത സ്നേഹം ഞങ്ങളെ വാരിക്കോരിത്തരാം. ഇനി എന്താ പരിപാടി? ഇനി എങ്ങോട്ടും പോകുന്നില്ലല്ലോ, ഇവിടെ തന്നെയല്ലേ? നിനക്കായി ഞങ്ങൾ ഒരു വീട് നോക്കുന്നുണ്ട്. ഇല്ല പപ്പ, എനിക്ക് നിങ്ങളുടെ സ്വത്തൊന്നും വേണ്ട. എനിക്ക് നിങ്ങളെ മാത്രം മതി. അതാണ് എൻ്റെ സ്വത്ത്. കരയേണ്ട മമ്മി. ഞാൻ ചെയ്ത സേവനത്തിന് സർക്കാർ എനിക്ക് വാരിക്കോരി തന്നു. പരമോന്നത ബഹുമതിയായ പർപ്പിൾ ഹാർട്ട് ലഭിച്ചു. ജീവിതത്തിൽ സുഖവും സന്തോഷവും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കണം. മനുഷ്യ നന്മയ്ക്കായി ഇനിയുള്ള കാലം ചിലവഴിക്കണം. അതിന് കേരളമാണ് നല്ലത്, ദൈവത്തിൻ്റെ സ്വന്തം നാട്. സെലിം, നിന്നെയും ഒരു നോക്ക് കാണാൻ കഴിഞ്ഞല്ലോ. സന്തോഷമായി. നീ സങ്കടപ്പെടേണ്ട. കർത്താവ് തന്നതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുകയായിരുന്നു ഞാൻ ഇതുവരെ. ഇതും പരമശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹമായി കരുതുക സെലിൻ. അന്ന് നിന്നെ തള്ളി പറഞ്ഞ സെലിനല്ല ഇത്. മനസ്സ് നിറയെ ആയുസിന്റെ പാതയിലധികം നിനക്ക് മാത്രമായി കാത്തിരുന്ന, നിന്റേത് മാത്രമായ മനസ്സുകൊണ്ട് നിന്റെ ഭാര്യയായി തീർന്ന എന്നെയും കൂടി നിന്റെ ഒപ്പം കൂട്ടില്ലേ? സണ്ണി, ഡാനി, അച്ചായൻ നിങ്ങൾക്ക് ഇതുവരെ ഒന്നും തന്നിട്ടില്ല, സ്നേഹം പോലും. ഇന്നീ ജീവിതം മുഴുവൻ എൻ്റെ സ്നേഹവും പ്രാർത്ഥനയും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. എനിക്ക് നിങ്ങളുടെ ഒരു സ്വത്തും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടാത്തൊരു നിധി ഈ വീട്ടിലുണ്ട്, അത് മതി എനിക്ക്. എൻ്റെ പൊന്നനുജന്മാർ അതെനിക്ക് തരണം. എൻ്റെ അനിയന്മാരിത് വാങ്ങണം. കുഴപ്പമില്ലാത്തൊരു തുകയുടെ ചെക്കാണ്. ഇത്രയും നൽകാൻ എനിക്ക് കഴിയും. നഷ്ടപ്പെട്ട നിമിഷങ്ങൾ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ എന്നും ഉണ്ടാകും, എൻ്റെ പൊന്നനുജന്മാരെ. എന്താ നിങ്ങൾ മാറി നിൽക്കുന്നത്? പപ്പയെയും മമ്മിയെയും ഞാൻ കൊണ്ടുപോകുന്നത് നോക്കാൻ ആളില്ലാതെ പപ്പ വർഷങ്ങൾക്ക് മുമ്പ് വിറ്റ നമ്മുടെ തറവാട്ടിലേക്കാണ്. എന്റെ നഷ്ടപ്പെട്ട ബാല്യവും സ്നേഹവും തിരികെ കിട്ടാനായി എന്റെ മാനസ സഖിക്കൊപ്പം പപ്പയും മമ്മിയും വരില്ലേ? ഈ തറവാട്ടിലേക്ക് എന്റെ അനുജന്മാർക്ക് എപ്പോഴും സ്വാഗതം. നിങ്ങൾക്കായി സ്നേഹത്തിന്റെ പാനപാത്രം ഒരുക്കി ഞാനും സെലിനും കാത്തിരിക്കും. കാലചക്രം തിരിയുമ്പോൾ ദൈവം സമാധാനവും സന്തോഷവും നൽകുന്നത് നന്മ ചെയ്തവർക്കായിരിക്കും. ആ നഗ്ന സത്യം നാം തിരിച്ചറിയുക, സ്നേഹിക്കാൻ പഠിക്കുക. സ്നേഹം സത്യമാണ്, സത്യം ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുന്നിൽ നിസ്സാരനായ മനുഷ്യർ ഒന്നറിയുക, സ്വത്തിനു വേണ്ടി സ്വന്തം മാതാപിതാക്കളെ ഒഴിവാക്കുമ്പോൾ അവർ ഓർക്കുക, നാളെ അവരുടെ പണത്തിനു വേണ്ടി മക്കൾ അവരെ ഒഴിവാക്കും. കുര്യാക്കോസ് ജോൺ മാത്യു കുര്യാഞ്ഞാവ്, ശോശന കുര്യാക്കോസിൻ്റെ ഭാര്യ രാധാ നായർ, സണ്ണി കുര്യൻ, ലിജോ ജോൺ, ഡയാന സണ്ണി, സണ്ണിയുടെ ഭാര്യ ലൈസി അലക്സ്, ഡാനി കുര്യൻ കുര്യാക്കോസിൻ്റെ മൂന്നാമത്തെ മകൻ, ആൻറ്റോ വർക്കി, ജസീന്ത ഡാനി, ലീന ആലപ്പാട്, ഫാദർ ജോസഫ് അടപ്പൂരൻ, ജോയി ഇറ്റൻ, മേരിയമ്മ, രത്നമ്മ രാജൻ,
ലോനപ്പൻ മാത്യു, കുട്ടിച്ചൻ ഇട്ടൂപ്പ്, കെ ജെ ഗ്രിഗറി, സലിൻ ഷൈനി ഷാജൻ, സാംസൺ പി വി തോമസ്, ക്ലാരമ്മ ഏലമ്മ തോമസ്, തരകൻ മാത്യൂസ്. ഇത്രയും പേരാണ് ഈ നാടകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അതോടൊപ്പം ജോർജ് കുട്ടി, ടെറൻസൻ തോമസ്. ഈ നാടകം ഇവിടെ അവതരിപ്പിക്കാൻ അവസരം തന്ന വെസ്റ്റേഴ്സ് മലയാളി അസോസിയേഷനോടും ഇത്രയും നേരം ക്ഷമയോടുകൂടി കാത്തിരുന്ന ഈ നാടകം കണ്ട് ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച നിങ്ങൾ ഓരോരുത്തരോടുമുള്ള അഗൈതവുമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തും. സൗണ്ട് ഒക്കെ ആയിട്ട് പല രീതിയിൽ പല ആൾക്കാരും സഹായിച്ചിട്ടുണ്ട്. ഷാജൻ ജോർജിനോടുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ നമസ്കാരം.